السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل وسلم وبارك على نبينا وحبيبنا محمد. أما بعد. ബഹുമാനമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വീട്ടിലാകുമ്പോഴും പള്ളിയിലാകുമ്പോഴും രഹസ്യത്തിലും പരസ്യത്തിലും എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ച് തഖ്വ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹു ഖൈറുദ്ദേശിച്ച അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. ഫിഖ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ഗ്രന്ഥം പഠിക്കുന്നതും ഏത് ക്ലാസ് കേൾക്കുന്നതും ആമുഖമായി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ, ഇത് കേൾക്കുന്ന എല്ലാവരോടും ഏത് ഗ്രന്ഥം വായിക്കുന്നതും ഏത് ക്ലാസ് കേൾക്കുന്നതും നമ്മൾ അമലാക്കാനാണ്, ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാൻ വേണ്ടി. അത് ബോധ്യപ്പെട്ടാൽ അമലായിക്കൊള്ളണം. പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ അമലാക്കാനാണ്. അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അടുത്ത സെക്കൻഡ് മുതൽ ആ അമലുണ്ടാകണം. അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു ഹദീസ് വായിച്ചു, ആ ഹദീസ് വായിച്ചു ആരെങ്കിലും സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ അവനൊരു ഈന്തപ്പന മരം അള്ളാഹു മുളപ്പിക്കും. അപ്പം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അതാണ് നമ്മൾ ഏത് കിതാബ് വായിക്കുന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഫിഖ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നമ്മളെല്ലാം പഠിക്കും. എല്ലാം നമ്മുടെ ഭൗതികമായ വിഷയത്തിൽ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആക്കണം എന്നൊക്കെ പഠിക്കും. അള്ളാഹ്ക്ക് എങ്ങനെ ഇബാദത്ത് എടുക്കണം എന്ന് പഠിക്കണം. എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റില്ല എന്ന് പഠിക്കണം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഞങ്ങൾക്ക് ഓതിത്തരേണ്ട ഹദീസല്ല, കേട്ട ഹദീസാണ്. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ദീനിൽ, മതത്തിൽ അവന് അവഗാഹം, ആ രൂപത്തിലുള്ള വിജ്ഞാനം നൽകും, ഫിഖ് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പാടെടുത്തതാണ്. ആ ഹദീസിൽ നിന്ന് വേറൊരു പാടുണ്ട്. ആർക്കെങ്കിലും അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവന് മതത്തിൽ വിജ്ഞാനം കൊടുക്കൂലെന്ന്. അപ്പോൾ നമ്മൾ മതം പഠിക്കാനാണ്, ദീന് വളരെ കൃത്യമായി ഓരോ വശങ്ങളും, ദീനിൻ്റെ ഓരോ വശങ്ങളും പഠിക്കാനാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടിയും പറയാം, എല്ലാ വിജ്ഞാനങ്ങളും ഖബറെത്തുന്നത് വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഉണ്ടാകുന്ന 3 വിജ്ഞാനങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള അറിവും ദീനിനെ കുറിച്ചുള്ള അറിവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവും മാത്രമേ നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ. ഏത് ഇൽമും, കണക്ക് x = -b ± √(b² - 4ac), ഖബറിൽ 10ാം ക്ലാസ്സിൽ നിന്ന് ഹിഫ്ളാക്കിയതാണ്. അത് ഞാൻ പറയണത്, നമുക്ക് ഖബറിൽ പ്രയോജനം ചെയ്യുന്നത് മഅരിഫത്തുല്ലാഹ് വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം വ മഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിനാണ് നമ്മൾ ഈ ഫിഖിൻ്റെ കിതാബൊക്കെ വായിക്കുന്നത്, അമലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ഒരു ഫസ്ലാണ്. നിങ്ങളുടെ കയ്യിൽ കിതാബ് ഉണ്ടോ? അൽ അദാനു വൽ ഇഖാമ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഭാഗത്താണ് നമ്മളുള്ളത് അല്ലേ? ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഭാഗത്താണ്. ഇനി അൽ ഫസ്ലു റാബി അഷർ, 14ാമത്തെ ഫസ്ലായിക്കൊണ്ട് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ബാബിൽ നമ്മൾ പഠിക്കാനുള്ളത് അൽ ഇഅ്തിമാദു അലാ അദാനിൽ മുഅദ്ദിനി സിഖത്തായ ഒരു മുഅദ്ദിൻ്റെ ബാങ്കിനെ നമ്മൾക്ക് അവലംബിക്കാം.
നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമായി എന്ന് അറിയണമെങ്കിൽ ബാങ്ക് കൊടുത്തിട്ടാണ്. പക്ഷെ ഇയാൾ സമയത്തിനല്ല കൊടുത്തെങ്കിലോ? അപ്പോൾ അയാൾ സിഖത്താണെങ്കിൽ അയാളുടെ ബാങ്കിനെ അവലംബിക്കാം എന്നുള്ളതാണ് അടുത്ത മസല. 1319 ഇദാ കാനൽ മുഅദ്ദിനു സിഖതൻ ആലിമൻ ബിൽ ഔഖാത്ത്. സമയങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള ഒരാളാണ് ബാങ്ക് കൊടുക്കുന്ന ആൾ. ഇവിടെ ആരാ ബാങ്ക് കൊടുക്കൽ? മുഅദ്ദിനുണ്ട്. നമുക്ക് റാത്തിബ് മുഅദ്ദിനുണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് പള്ളിക്ക് ബാങ്ക് കൊടുക്കാൻ ആളുണ്ട്. ആള് സമയങ്ങളെക്കുറിച്ച് അറിവുള്ള, അത് അറിഞ്ഞ ആളാണ്, അതെങ്ങനെയെങ്കിലും പഠിച്ച ആളാണ്, അല്ലെങ്കിൽ കലണ്ടറിൽ നോക്കിയിട്ടോ സമയത്തെക്കുറിച്ച് അറിയാം, അയാൾ സിഖത്താണ്, നമുക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജാസൽ ഇഅ്തിമാദു അലാ അദാനിഹി, അദ്ദേഹത്തിൻ്റെ ബാങ്കിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അവലംബിക്കാം. നമ്മുടെ നിസ്കാരം തെറ്റൂല. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽം, അറിവുള്ളവരിൽ അധിക പേരുടെയും ആമ്മത്തിൻ്റെയും അധിക ആളുകളുടെയും അഭിപ്രായമാണ് ഇപ്പറഞ്ഞത്. എന്താ തെളിവ്? ലില്ലദില്ലത്തിൽ കസീറ, ഒരുപാട് തെളിവുണ്ട്, ഒന്നൊന്നല്ല ധാരാളം തെളിവുണ്ട് അതിന്. ഫീ ഖബൂലി ഖബറിൽ വാഹിദി അസ്സിഖ, ഒരൊറ്റ ആളാണെങ്കിലും അയാൾ സിഖത്താണെങ്കിൽ അയാളുടെ ഖബർ നമ്മൾക്ക് എന്ത് ചെയ്യാം? ദീൻ്റെ വിഷയത്തിൽ സ്വീകരിക്കാമെന്നുള്ള ഒരു അടിസ്ഥാനം ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ അച്ചിമാതി അല്ലെ നമുക്ക് അവലംബിക്കാം. സിഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദീനിൽ വിശ്വാസമുള്ള, ദീന് കുഴപ്പമില്ല, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഒരാൾക്കാണ് സിഖത്ത് എന്ന് പറയാം. സിഖത്ത് എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള ഒരാളെന്നാണ് ഭാഷയിൽ പറയാം. സിഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാൾക്ക്, അയാൾ പറഞ്ഞാൽ തെറ്റൂല, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ദീന് പ്രശ്നമല്ല, അയാൾ അതിലാണ്, നീതിയുള്ള ആളാണ്, ദീനിൽ മുസ്തഖീമാണ്, അങ്ങനത്തെ ഒരാളാണ് സിഖത്ത് എന്ന് സാധാരണ പൊതുവെ പറയാറുള്ളത്. അല്ലാഹു തആല ആലം. അപ്പം ഇതാണ് നമുക്ക് ഒരാളുടെ 1319 മസല. നിങ്ങൾ ഈ 1319 എണ്ണം വായിച്ചോ? അപ്പം 1319 എത്തിയതാ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ച് തരട്ടെ, ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. അപ്പം ഇതിന്ന് കിട്ടുന്ന, ഈ മസലിൽ നിന്ന് കിട്ടുന്ന എന്താണ്? നമ്മൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളാരായിരിക്കണം? സിഖത്തായിരിക്കണം, ദീനിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളായിരിക്കണം, അതിലായിരിക്കണം എന്ന് കിട്ടും. ഇൻഷാ അല്ലാഹ് ഈ മസലകളൊക്കെ ഉസ്താദ് ഒന്നുകൂടി പറഞ്ഞു തരും കേട്ടോ. അത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒന്ന് ഉസ്താദിൻ്റെ അടുത്ത് കിട്ടുമ്പോഴുള്ളൊരു സിഖത്തുണ്ട്, അതിനാണ് ഞാനിത് പറയുന്നത്. നമുക്ക് ഒരു മുറാജയാവും. സാധാരണ കിതാബ് പഠിക്കണ പ്രായത്തിൽ പറയും, നമ്മൾ ഉസ്താദ് വായിച്ചു തരുന്നതിന് മുമ്പ് നമ്മളൊക്കെ പാടെ കൂടി നിന്ന് എന്ത് ചെയ്യുക? വായിച്ചിട്ട് പോവാം. നമ്മൾ സംശയമുള്ളത് വരടാലോ. ആ ഒരു ബാബി കൂട്ടിയാൽ മതി വായന ഇൻഷാ അല്ലാഹ്. അല്ലാതെ നമുക്ക് ഉസ്താദ് വന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടിയാണ് തീർച്ചപ്പെടുത്തിയാണ് വായിക്കുക. ഇൽമ് ധാരാളം വായിക്കുന്നതും നമ്മുടെ അറിവിനെ സ്ഥിരപ്പെടുത്തും. അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ 1319 മസല ഇങ്ങനെയാണ്. മുഅദ്ദിൻ സിഖത്താണെങ്കിൽ, ദീനിൽ നമുക്ക് വിശ്വാസമുള്ള സിഖത്തായ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബാങ്ക് വിളി നമ്മൾക്ക് അവലംബിക്കാം. അതിനുള്ള തെളിവ് ഖബറുൽ വാഹിദ്, ഒരാൾ പറഞ്ഞ ഹദീസ് നമ്മൾ സ്വീകരിക്കലുണ്ടല്ലോ അല്ലേ? സനദിൽ ഒറ്റ റാവിയാണുള്ളത്. ഉദാഹരണം നമ്മൾ പറയാറുള്ള ഹദീസ് ഏതാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ. അത് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ഒരാൾ മാത്രം, അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒരാൾ മാത്രം ഇത് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഹദീസ് നമ്മൾ സ്വീകരിക്കും. എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില ആളുകളുടെ അഭിപ്രായ പ്രകാരം അങ്ങനത്തെ ഹദീസുകൾ സ്വീകരിക്കില്ല. അതൊന്നുമില്ല, അത് വളരെ ക്ലിയർ ആവാൻ വേണ്ടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണെന്ന് കൂട്ടിക്കോളിയും. ദീനിൽ നമുക്ക് പറ്റാത്ത കണ്ടാൽ, നമ്മുടെ ഇഷ്ടത്തിന് പറ്റാത്ത കണ്ടാൽ പിന്നെ ആദ്യം ചെയ്യുക, പെട്ടെന്ന് ദീനിൽ നിന്ന് പുറത്തു പോകില്ല. ആദ്യം ചെയ്യുക, ദീനിലുള്ള എങ്ങനെയെങ്കിലും വ്യാഖ്യാനിക്കാൻ പറ്റുമോ നോക്കും. അതിനും പറ്റില്ലെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് തള്ളാൻ പറ്റുമോ നോക്കും. അതിനും പറ്റില്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഔട്ടായി പോകണം ചെയ്യാം. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ദീനിൽ ഒരുപാട് തെളിവുണ്ട് ഒരു ഖബറുൽ വാഹിദ് നമ്മൾക്ക് സ്വീകരിക്കാം എന്നുള്ള വിഷയത്തിൽ. ഇപ്പോൾ പല പല ഹദീസുകൾ അതിന് തെളിവാണ്. ഒരു സഹാബി കല്യാണം കഴിച്ച് മുലകുടി ബന്ധത്തിൽ ആ സ്ത്രീ തൻ്റെ സഹോദരിയാണെന്ന് ഒരു സ്ത്രീ വന്ന് പറഞ്ഞപ്പോൾ എന്താ അവൾക്ക് അവലംബം? ഒറ്റ സ്ത്രീയുടെ വാക്കാണ്. ഞാൻ രണ്ടുപേരെ എന്ത് ചെയ്തിട്ടുണ്ട്? മുലയൂറ്റിയിട്ടുണ്ട്. നിക്കാഹ് അവിടെ തൊട്ട് നിർത്തി.
അങ്ങനെ ഒരുപാട് ഹദീസുകൾ അതിന് തെളിവാണ്. ഒരുപാട് തെളിവ് ദീനിലുണ്ട്. അത് നമ്മൾ അനുഗ്രഹിക്കട്ടെ. 1320 15ാമത്തെ ഫസ്ലാണ് ഈ കിതാബിൽ. അപ്പോൾ ഈ മസ്അല ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞത് മുഅദ്ദിൻ സിഖത്താണെങ്കിൽ, സമയത്തെക്കുറിച്ച് അറിവുള്ള ആളാണെങ്കിൽ അയാളുടെ ബാങ്കിനെ അവലംബിച്ച് നമുക്ക് നിസ്കരിക്കാം. അതാണ് നമ്മൾ അമല് കൊണ്ടുവരേണ്ടത്. നമുക്ക് കിട്ടുന്ന നത്തീജ എന്താണ്? പഠിച്ചോനെ ഇയാൾ കൊടുക്കുന്ന ബാങ്കൊക്കെ ശരിയാവോ? നമ്മൾ അയാൾ കൊടുത്ത സമയം നമ്മളെപ്പോഴും പോയി നോക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ സിഖത്താണ്. നമുക്ക് അയാൾ എന്ത് ചെയ്യാം? വിശ്വസിച്ച് അവലംബിച്ച് നിസ്കരിക്കാം. അടുത്തത് 15ാമത്തെ ഫസ്ൽ ഈ കിതാബിൽ സിഫത്തുൽ മുഅദ്ദിൻ ഹാല ഇൽഖാഇൽ അദാൻ. ബാങ്ക് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം മുഅദ്ദിനിൻ്റെ ആ ഒരു സിഫത്ത്, വിശേഷണങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം കോലം എന്നൊക്കെയാണ് 1320ാമത്തെ. യുസ്തഹബ്, മുസ്തഹബാണ്. അൻ യുഅദ്ദിനൽ മുഅദ്ദിനു ഖായിമൻ. എങ്ങനെ ബാങ്ക് കൊടുക്കണ്ടേ? നിന്നിട്ട് ബാങ്ക് കൊടുക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടുള്ളത്. അത് മുസ്തഹബാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇരുന്ന് ബാങ്ക് കൊടുത്ത ബാങ്ക് ശരിയാവില്ലേ? ശരിയാവും. പക്ഷേ മുസ്തഹബ് എന്താണ്? നിന്ന് കൊടുക്കണം. അപ്പോൾ അതാണ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. നിന്ന് ബാങ്ക് കൊടുക്കുക. വഹാദ മുജ്മഉൻ അലൈഹി. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഇജ്മാഉള്ള വിഷയമാണ്. നിന്ന് ബാങ്ക് കൊടുക്കലാണ് മുസ്തഹബ് എന്നുള്ളതിൽ ആർക്കും എന്തില്ല? അഭിപ്രായ വ്യത്യാസമില്ല. ലിഅന്നൽ ഖായിമ അർഫഉ സൗത മിനൽ ജാലിസ്. എന്തുകൊണ്ട്? നിൽക്കുന്ന ആൾ ഇരുന്ന് കൊടുക്കുന്ന ആളേക്കാൾ സൗണ്ട് കൂടും. ഇന്ന് മൈക്കുണ്ടെങ്കിലോ? എന്നാലും മുസ്തഹബൻ തന്നെയാണ്, നിന്ന് കൊടുക്കൽ തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാണിച്ചു തന്നത്? അങ്ങനെ കാണിച്ചു തന്നുണ്ട്. ഇത് ഒരു ഇല്ലത്ത് പറഞ്ഞു എന്നുള്ളൂ. ഇരുന്ന് കൊടുത്ത സൗണ്ട് കുറയും, ഉറപ്പാണ്. നിന്ന് കൊടുത്ത കുറച്ചുകൂടി, ഇപ്പം നിങ്ങൾ എന്നോട് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ലത് നിന്ന് ക്ലാസ് എടുത്ത കുറച്ചുകൂടി നശാത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാ? അപ്പോൾ നിൽക്കുന്നതിൻ്റെ പ്രാധാന്യമാണ്. അപ്പം നിന്നാണ് കൊടുക്കേണ്ടതെന്നാണ് ഒന്നാമത് പഠിക്കാനുള്ളത്. നിന്ന് കൊടുക്കുക. അത് ക്ലിയർ അല്ലേ? ബാങ്ക് കൊടുക്കുന്ന ആൾ എങ്ങനെ കൊടുക്കണം? നിന്ന് കൊടുക്കലാണ് മുസ്തഹബ്. ഇരുന്ന് കൊടുത്താൽ ബാങ്ക് ശരിയാവില്ല എന്നല്ല, നിന്ന് കൊടുക്കലാണ് മുസ്തഹബ്. അതിനെ ഷെയ്ഖ് കാരണം പറഞ്ഞത് നിന്ന് കൊടുക്കുന്ന ആൾക്ക് സൗണ്ട് കൂടും. ബാങ്കിൽ എന്താണ് മഖ്സൂദ്? സൗണ്ട് കൂടണം അല്ലേ? ബാങ്കിൽ സൗണ്ട് കൂടാണ് വേണ്ടത്. 1321 നോക്ക്. യുസ്തഹബ്ബു അൻ യകൂനൽ മുഅദ്ദിനു മുതതഹിറൻ ഹാലൽ അദാനി വഹാലൽ ഇഖാമ. ത്വഹാറത്ത് ഉണ്ടായിരിക്കണം. അതായത് ഒദു ഇല്ലാത്ത അവസ്ഥയിൽ ബാങ്ക് കൊടുക്കരുത് എന്നല്ല. കൊടുത്താൽ ശരിയാവോ? ഒദു ഇല്ലാതെ ചില കൊടുത്ത ബാങ്ക് ശരിയാവുമായിരിക്കും. മുസ്തഹബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ബാങ്ക് കൊടുക്കുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇയാളെ ഒദു ഇല്ലാതെ ഇക്കാമത്ത് കൊടുത്ത്. അപ്പോൾ എന്താ വെക്കുക? നിസ്കാരം പോവില്ലേ? പെട്ടെന്ന് പോയി ഒതു കൊടുത്ത് വരെ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഒദു വേണം, ഒദുവിലായിരിക്കണം, ഒദു ഉണ്ടാകണം. ഇനി ജനാബത്തുകാരനാണെങ്കിൽ എന്ത് ചെയ്യണം? ജനാബത്തിന് കുളിച്ച് ത്വഹാറത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വഹാദ മുജ്മഉൻ അലൈഹി. ഇതിലും എന്തുണ്ട്? ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏകോപിച്ച അഭിപ്രായമുണ്ട്. ഈ പള്ളിയിൽ ബാങ്ക് കൊടുത്തവരെന്ന് കൈവയ്ക്കേ. ഈ പള്ളിയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ 2 ആളുകൾ 3 ആളുകൾ, ഈ ആയിക്കോട്ടെ, പള്ളിയിൽ ബാങ്ക് കൊടുത്തവർ, വേറെ ഏതെങ്കിലും പള്ളിയിൽ? അൽഹംദുലില്ലാ. ഇത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന മസലകളാണ്. അതൊക്കെ ഒദു എടുത്തിട്ടായിരിക്കും സാധാരണ ബാങ്ക് കൊടുക്കാൻ പോവുക. ലിഅന്നഹുമാ ദിക്റുൻ. അതിന് ഷെയ്ഖ് പറയുന്ന കാരണം ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് അങ്ങനെ ആകണം? ഫിഖ്ഹിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നാ പറയാം. ഇങ്ങനെ കൈ കഴുകണം, ഇത്ര ആക്കണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയും. അതിന് കാരണം പറയും. കാരണം ഹദീസുകളിൽ നമുക്ക് ഇത്രയും മസലകൾ കിട്ടൂല. നല്ല ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ കഴിവുള്ള ആളുകളാണ് ഇങ്ങനെ മസാലകൾ ക്ലിയർ ചെയ്തെടുക്കുക. ഈ ഹദീസിന് ഇങ്ങനെ കിട്ടും. ഇമാം ഷാഫി റഹിമഹുള്ളാഹ് എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്നൊരു ഹദീസ് ഉണ്ട്. നമ്മളെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അനിയനോട്, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ അനിയൻ, അതായത് ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ മകൻ, പിന്നീടുണ്ടായ മകനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത്ത് വിളിച്ച്, ആ കുട്ടിൻ്റെ കുഞ്ഞിയത്ത് വിളിച്ച്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, കളിപ്പിച്ചിരുന്നൊരു കിളി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഈ ഹദീസിൽ നിന്ന് ഇമാം ഷാഫി
ഒരൊറ്റ രാത്രി കൊണ്ട് എത്രയോ മസ്അലകൾ ഈ ഒറ്റ ഹദീസിന് മാത്രം ഇസ്തിംബാത്ത് ചെയ്തെടുത്തു എന്നാണ്. നമുക്കിപ്പോൾ എന്തായാലും മനസ്സിലായി. ചെറിയ കുട്ടീൻ്റെ അടുത്ത് റസൂലുള്ളാഹി ചെന്ന് കുഞ്ഞിയത്ത് വിളിച്ചിട്ട് മാ ഫഅലൻ നുഗൈർ, ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടിയുടെ കുഞ്ഞിയത്ത് യാ അബൂ ഉമേർ എന്നാണ്. യാ അബാ ഉമേർ, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിയാൽ മതി ഇൻഷാ അല്ലാഹ്. മാ ഫഅലൻ നുഗൈർ, അങ്ങനെയാണ് ഹദീസിൻ്റെ ഓർമ്മ. മാ ഫഅലൻ നുഗൈർ എന്ന് റസൂലുള്ളാഹി ചോദിച്ചതാണ്. ഞാൻ കേട്ടത് 1000ഓളം മസ്അലകൾ എന്നാണ്. എന്തായാലും 100 കൂടുതൽ കൂട്ടിക്കോളി. 100 മസ്അലകൾ ഈ ഒറ്റ ഹദീസിന്. അപ്പോൾ ഫിഖിൻ്റെ കിതാബിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അപ്പോൾ അതിനൊക്കെ അവർക്ക് കാരണം പറയും. എന്താണ് ഇപ്പോൾ അതിനുള്ളൊരു കാരണം, അത് നോക്കിക്കോളി. അന്നഹുമാ ദിക്റും, ബാങ്കു ഇക്കാമത്ത് ദിക്റാണോ? ദിക്റാണ്. ദിക്ർ ചൊല്ലുമ്പോൾ ഏതവസ്ഥയാണ് നല്ലത്? ത്വഹാറത്തുള്ള അവസ്ഥയല്ലേ നല്ലത്. അതുകൊണ്ട് വദ്ദിക്റു തുസ്തഹബ്ബു ലഹു ത്വഹാറ, ദിക്ർ ചൊല്ലുമ്പോൾ ത്വഹാറത്ത് ഉണ്ടാകലാണ് നല്ലത്, അതാണ് മുസ്തഹബ്. ലിമാ സബത അനിൽ മുഹാജിർ ഇബ്നു ഖുൻഫ് റളിയല്ലാഹു അൻഹു അന്നഹു സല്ലമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യതവല്ല. ഒരു തെളിവ് പറയാണ്, ഹദീസിൻ്റെ തെളിവ് പറയാണ്, കേട്ടോളി. ഇദ്ദേഹം റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. റസൂലുള്ളാഹി wudu എടുക്കുകയായിരുന്നു. ഫലം യറുദ്ദ അലൈഹി ഹത്താ തവദ്ദഅ, റസൂലുള്ളാഹി wudu പൂർത്തിയാക്കുന്നത് വരെ മറുപടി സലാം അടക്കിയില്ല. ഫലമ്മാ തവദ്ദഅ റദ്ദ അലൈഹി സലാം, wudu എടുത്ത് കഴിഞ്ഞപ്പോൾ സലാം അടക്കി. സുമ്മ അഅ്തദറ ഇലൈഹി, ഇങ്ങോട്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിനോട് ഉദ്ർ പറയാണ്. റസൂലുള്ളാഹി പറയാണ്, ഫഖാൽ ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ തആല ഇല്ലാ അലാ തുഹ്രിൻ, അള്ളാഹിനെ ഓർക്കുന്നത് ത്വഹാറത്തിലല്ലാത്ത അവസ്ഥയിലാകുന്നത് ഞാൻ വെറുത്തു എന്നാര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഹദീസ് തെളിവാണ്. നമുക്ക് ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന ആൾ വുളൂലായിരിക്കണം എന്ന് ഏത് ഹദീസിനാണ് തെളിവിടിച്ചത്? ഈ ഒരു ഹദീസിനാണ് തെളിവിടിച്ചത്. അതാണ് ഫിഖ്. അതാണെന്ത്? ഫിഖ്. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഫിഖും ഹദീസുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴാണ് നമ്മുടെ ക്ലാസ്? ഇൻഷാ അല്ലാഹ് അവസാന ഒരു മസാല. അപ്പോൾ ഇതാണ് രണ്ടാമത് പഠിക്കാനുള്ളത്. 1 നിൽക്കണം, 2 ത്വഹാറത്ത് ഉണ്ടാകണം. തെളിവ് ഈ ഹദീസ്. മൂന്നാമത്തത് യുസ്തഹബ്ബു അൻ യഖിഫൽ മുഅദ്ദിനു അലാ മൗദിഇൻ ആലിൻ, അൻ യഖിഫൽ മുഅദ്ദിനു അലാ മൗദി, ഒരു ഉയർന്ന സ്ഥലത്ത് നിൽക്കൽ മുസ്തഹബാണ്. എന്തിനാ? ശബ്ദം കേൾക്കാൻ. വഹാദ ലാ ഖിലാഫ ഫീ, ഇതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ലിഅന്ന ദാലിക അഫ്ളലു ഫീ ഇസ്മാഇൽ അദാനി ലിന്നാസ്, ജനങ്ങൾ കേൾക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടോ. സുബ്ഹാനല്ലാഹ്, ആരും ഉറങ്ങുന്നില്ല. അത്ഭുതമാണത്. ഫിക്കിൻ്റെ ക്ലാസ് കയറിയിട്ട്. അപ്പോൾ ഒരു ഉയർന്ന സ്ഥലത്താകൽ മുസ്തഹബാണെന്ന് ഫിക്കിൻ്റെ കിതാബിലുണ്ട്. ഉയർന്ന സ്ഥലത്താകൽ എന്താണ്? മുസ്തഹബാണ്. ഉയർന്ന സ്ഥലത്ത്, അതിനും കാരണം എന്താണ്? മഖ്സൂദ് എന്താണ്? ഉയർന്ന സ്ഥലത്തുനിന്ന് കേൾപ്പിക്കാൻ നല്ലോണം പറ്റും. പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ മലപ്പുറം ടൗൺ പള്ളി തന്നെയല്ല, മറ്റേ കോണിയുള്ള വലിയ അല്ല ടൗൺ ഹാളിൻ്റെ പള്ളി അല്ലേ, അങ്ങനൊരു ഇത് കാണാം അവിടെ. ഉയർത്തി കൊണ്ട് വെച്ച്. അപ്പോൾ ഉയർന്ന സ്ഥലത്തായിരിക്കൽ നല്ലതാണ് എന്ന് കാണാം. അത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹ്. ലിഅന്ന ദാലിക അഫ്ളലു ഫീ ഇസ്മാഇൽ അദാനിൽ നാസ്, നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? ജനങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ മൈക്കിൻ്റെ സൗണ്ട് കുറച്ച് കൂട്ടണേ. ജനങ്ങളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ എല്ലായിടത്തും അങ്ങോട്ട് എത്തിപ്പിക്കുക എന്നുള്ളത്. അടുത്തത് 1323 യുസ്തഹബ്ബുലിൽ മുഅദ്ദിനി. ഈ മസലയ്ക്ക് നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കട്ടോ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നിന്ന് കൊടുക്കണം. നമുക്ക് കിട്ടുന്ന നത്തീജ, നമ്മൾ ബാങ്ക് കൊടുക്കാൻ പോകുമ്പോൾ നിന്ന് കൊടുക്കലാണ് മുസ്തഹബ്. 2 ത്വഹാറത്തിലായിരിക്കണം ബാങ്ക് കൊടുക്കാൻ പോകുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോഴും. അതിന് കാരണം പറഞ്ഞ എന്തേനു? ദിക്റാണ്. അതിന് തെളിവ് പറഞ്ഞ ഹദീസോ? മുഹാജിർ എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. റസൂൽ ഒളു പൂർത്തിയാക്കുന്നത് വരെ സലാം അടക്കിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ വഅന അലാ ഗൈരി തുഹ്രിൻ, അല്ലെങ്കിൽ തുഹ്രി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ ഹദീസ് ഇനി കരിഹ്തു അൻ അദ്കുറല്ലാഹ തആല ഇല്ലാ അലാ തുഹ്രിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
നമുക്ക് ഒരുപാട് പാടാ ഹദീസിൽ വേറുണ്ട്. അടുത്തത് യുസ്തഹബ്ബുലിൽ മുഅദ്ദിനി. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞത്? ഒരു ഉയർന്ന സ്ഥലത്താവാം. യുസ്തഹബ്ബുലിൽ മുഅദ്ദിനി അൻ യസ്തഅമില മാ യുഈനു അലാ റഫ്ഇ സൗതി. സൗണ്ട് ഉയർത്താൻ സഹായിക്കുന്നതായ കാര്യങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. മൈക്ക് ഉപയോഗിക്കാം. കമുക്കബ്ബിറാത്തി സൗത്ത്, അത് മൈക്രോഫോൺ കിതാബിലുണ്ട്, നോക്കിയോളെ. മൈക്രോഫോൺ ഉപയോഗിക്കാം. വനഹ്വിഹ, അതുപോലുള്ളതും. എന്തുകൊണ്ട്? നമ്മൾ പറഞ്ഞല്ലോ, മുമ്പത്തെ മസലയിൽ പറഞ്ഞ അതേ കാരണം തന്നെ. ജനങ്ങളെ ലിമ ദുക്കിറ ഫിൽ മസലത്തി സാബിഖ വലിമ സബഖ ഇൻദൽ കലാമി അലാ നദ്ബിൽ മുഅദ്ദിനി യർഫ സൗതഹു, അത് മൻദൂബാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ സൗണ്ട് ഉയർത്താൻ ഉപയോഗിക്കുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അതാണ് ബാങ്കിൻ്റെ മഖ്സൂദ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു, അൽഹംദുലില്ലാ, 4 ഇതൊക്കെ നമ്മൾ പാലിക്കലുണ്ട് അല്ലേ? ഇതിലൊന്നും വലിയ തെറ്റില്ലാത്ത ഇല്ല, അൽഹംദുലില്ലാ. യുസ്തഹബ്ബു അൻ യുഅദ്ദിനൽ മുഅദ്ദിനു മുസ്തഖ്ബിലൽ ഖിബ്ല. ഖിബ്ലക്ക് തിരിഞ്ഞ് വാങ്ങ് കൊടുക്കുക. അല്ലാ കൊടുക്കലുണ്ട് നമ്മൾ? അല്ല, അൽഹംദുലില്ലാ. നമ്മൾ കുറേ ശീലങ്ങൾ അങ്ങനെ. പക്ഷെ അത് പഠിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. ഞാൻ പഠിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. മറ്റേത് നമ്മളിങ്ങനെ എല്ലാവരും ചെയ്യണുണ്ടു, ഞാൻ അങ്ങനെ ചെയ്തു. വ്യത്യാസമല്ലേ? അപ്പോൾ നമ്മൾ പറയണം, ഒരാളിങ്ങനെ ഒതു എടുത്തപ്പോൾ അയാൾ മിർഫക്ക് 2 തവണ കേൾക്കുകയുള്ളൂ. 2 തവണ കേൾക്കി. എത്ര തവണ? 2 തവണ. സാധാരണ നമ്മൾ 3 തവണ കേൾക്കലുണ്ടല്ലോ. 2 തവണ കേൾക്കി. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യണേ? അപ്പോൾ അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് എന്നവരുടെ ഹദീസുണ്ട്, സ്വഹാബിൻ്റെ ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു എടുക്കുന്ന പോലെ ഒതു എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എത്ര തവണ കേൾക്കുകയുള്ളൂ? 2 പ്രാവശ്യം കേൾക്കി കാണിച്ചു കൊടുത്തു. തെളിവുണ്ട്. അതാണ്. അപ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമാണ് നമുക്ക്. എന്താ തെളിവ്? ഇങ്ങനെയുണ്ട്, ഈ ഹദീസുണ്ട്. നമുക്ക് എന്തും ചെറുപ്പത്തിൽ എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചാൽ എന്ത് പറയുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോൾ അതെന്ത് തെളിവ്? ഹദീസുണ്ട്. നടക്കുമ്പോൾ എന്താ തെളിവ്? ഹദീസുണ്ട്. എന്തൊരു മധുരമായിരിക്കും ആ ജീവിതത്തിന് അറിയോ? നമ്മുടെ ജീവിതത്തിൽ മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമുക്ക് തെളിവ് പിടിക്കാൻ പറ്റിയാൽ, കറി ഒഴിക്കുമ്പോൾ വരെ എന്തത്? അതിൽ ഇങ്ങനെയുണ്ട്, തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. ഭക്ഷണം എടുക്കുമ്പോൾ വരെ എങ്ങനെ എടുക്കണം? നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ശീലിച്ച് നടക്കുമ്പോൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട് പറയുന്നത് വല്ലാത്തൊരു മധുരമാണ്. പിന്നെ ഇതും വേറൊരു മധുരമാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ? അത് ആ ഉസ്താദ് ഇന്ന കിതാബ് ഓതി പഠിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്നു, അതിന് തെളിവ് ഉസ്താദ് പറഞ്ഞു തന്നു, നമുക്കത് മതി. അൽഹംദുലില്ലാ. നമ്മൾ പറഞ്ഞത് കിബിലക്ക് തിരിഞ്ഞായിരിക്കണം. വഹാദ മുജ്മഉൻ അലൈഹി, ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ലിഅന്ന ഹാദ ഹുവൽ മഅ്സൂറു മിൻ അമലിൽ ഉമ്മത്തി ഫി ജമീഉൽ ഉസൂർ. ഉമ്മത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ കാലം തൊട്ട് 3 ചെയ്യാം. ഒദുവിന് 4 രൂപ ഉണ്ട്. ഒതു എടുക്കുന്നതിന് 4 രൂപ ഉണ്ട്. ഒന്നെല്ലാ കഴുകുന്ന അവയവങ്ങളും 3 തവണ കഴുകുക. തടവുന്ന എത്ര തവണ? 1 തവണ. കാരണം തടവുന്നത് 1 എന്നുള്ളതാണ് കായിക. തടവുന്നതൊക്കെ 1, കഴുകുന്നതൊക്കെ 3. പിന്നെ എല്ലാ അവയവങ്ങളും 2 തവണ കഴുകുക. തടവുന്നത് എത്ര തന്നെ? 1 തന്നെ. എല്ലാ അവയവങ്ങളും ഓരോരോ തവണ കഴുകുക. അത് സുന്നത്താണ്. മറത്തൻ ഓരോന്ന് തവണ കഴുകുക. അപ്പോൾ 3 രൂപയായി. 4ാമത്തെ രൂപ എന്താ വെച്ചാൽ എല്ലാ അവയവങ്ങളും 3 തവണ കഴുകുക. കൈ മാത്രം എത്ര? 2 തവണ. ഈ ഹദീസുണ്ട്. തടവലൊന്ന്. തടവൽ ചോദിച്ചല്ലേ നമ്മൾ പറഞ്ഞു. തടവണിനൊക്കെ 1. കഴുകല പറഞ്ഞു. കഴുകുന്നതൊക്കെ ഉണ്ടോ 3 തവണ. ഇപ്പം നമ്മൾ രാത്രി ചില ആളുകൾക്ക് ഒതു കൊടുത്ത് കിടക്കാൻ സുന്നത്തല്ലേ? റസൂലുള്ളാഹി പ്രേരിപ്പിച്ച കാര്യം. അപ്പോൾ സുന്നത്തെടുക്കുക. ഓരോ തവണ കേൾക്കുക. മടിയുണ്ടെങ്കിലേ ഓരോ തവണ കേൾക്കുക. അങ്ങനെ ചെയ്യിക്ക് ശീലിക്കാലോ. കാരണം അത് സുന്നത്താണല്ലോ. 2 തവണ. വ്യത്യസ്ത എല്ലാ ഇബാദത്തിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതും ചൊല്ലാന്നൊക്കെ പഠിപ്പിച്ചത് ഓരോ തവണ മാറ്റി മാറ്റി ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അല്ല, അത് നമ്മുടെ നിയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ, ഓക്കെ. അത് എന്താ വെച്ചാലേ മറ്റേ നമ്മൾ ചെയ്യുന്നല്ലോ. അതായത് നമ്മൾ ഒഴിവാക്കണേക്കാൾ നല്ലത് എന്താണ്? ഏതെങ്കിലും ഒന്ന് എടുക്കണതാണ്. അപ്പോൾ ഞാൻ പറയണത് മടിക്കൊരു പരിഹാരം, ശീലിക്കാനുള്ളൊരു പരിഹാരം പറയുന്നതാണ്. ഒതുടുത്ത് പൂർണ്ണതയിലേക്ക് എത്താൻ. ഇപ്പം നമുക്ക് 3 തവണ ഒതെടുക്കലാണ്. അതിലേക്ക് എത്താനുള്ളൊരു പരിഹാരം പറയുന്നത് 1 തവണ കേക്ക് ശീലിച്ച് കിടക്കുക. പിന്നെ ഇങ്ങനെ ആവേശം തോന്നുന്നത് നമ്മുടെ മനസ്സ്, നഫ്സിനൊരു പ്രത്യേകത ഉണ്ട്. ആവേശം വരുന്ന സമയമുണ്ട്, ആവേശം കുറയണ സമയമുണ്ട്. നമ്മൾ സുന്നത്തുകളെ ഒഴിവാക്കരുതെന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ.
സുന്നത്ത് ഒഴിവാക്കി കിടക്കണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞൊരു വലിയ പോയിൻ്റാണ്. മടിയുണ്ട് അങ്ങനെ ചെയ്താൽ അതന്നെ. അത് നമ്മുടെ നീയത്ത് ശരിയാക്കി തരട്ടെ. അല്ലാഹു ആമീൻ. നീയത്തുകൾ പരിശുദ്ധിയുള്ളതാക്കട്ടെ. ഞാൻ പറഞ്ഞാൽ നമ്മൾ സുന്നത്തുകൾ ഒരിക്കലും എന്താക്കിയിരിക്കുക, ശീലിക്കുക, ശരീരത്തെ ശീലിപ്പിക്കുക. സുന്നത്തിനെ കൊണ്ട് തന്നെ ശീലിപ്പിക്കുക. എല്ലാ സുന്നത്തിനെ കൊണ്ടും ശരീരത്തിനെ ശീലിപ്പിക്കുക. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ സർക്കസിലൊക്കെ ഉള്ള മൃഗങ്ങൾ, കടുവ, ഈ വന്യമൃഗങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ആദ്യം ഇങ്ങനെ കുറേ ആനൊക്കെ ചെങ്ങലയൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെ കുറേ കഴിഞ്ഞാൽ പിന്നെ കയറ കിട്ടുക. സംഭവം കയറൊക്കെ ആനക്ക് നിഷ്പ്രയാസം പൊട്ടിക്കുക. സംഭവം ആന നന്നായി, ആനയും കടുവയും പുലിയൊക്കെ നന്നായി. ഇനി നമ്മളെ നന്നാവാനുള്ളൂ. അതായത് നമ്മൾ മനസ്സിനെ എന്ത് ചെയ്യുക, സുന്നത്തോണ്ടാണ് ശീലിപ്പിക്കുക, ശരീരത്തെ ശീലിപ്പിക്കുക. അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അപ്പോൾ ഇത് ഖിബലക്ക് തിരിഞ്ഞായിരിക്കണം. കാരണം എല്ലാ കാലഘട്ടത്തിലും അതുതന്നെയാണ് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്. അടുത്തത് യുസ്തഹബ്ബു ലിൽ മുഅദ്ദിനി ഇദാ ബലഗ അൽ ഹൈഅലത. ഏതാണത്? ഹൈഅല എന്ന് പറഞ്ഞാൽ ഹയ്യ അലസ്സലാ എന്ന് പറയുന്നത്. എങ്ങോട്ട് തിരിയാ? യൽതഫിത യമീനൻ, വലത്തേക്ക് തിരിയൽ മുസ്തഹബാണ്. ഹയ്യ അലസ്സല പറയുമ്പോൾ എങ്ങോട്ട് തിരിയാ? വലതു ഭാഗത്തേക്ക് ഹയ്യ അലസ്സലാ എന്ന് പറഞ്ഞിട്ട് തിരിയാം. വയുസ്തഹബ്ബു ലഹു അൻ യൽതഫിത ശിമാലൻ ഇൻദ ഖൗലിഹി ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോൾ എങ്ങോട്ട് തിരിയാ? ഇടത്തെ ഭാഗത്തേക്ക് തിരിയാ. വയുകർറിറ ഹാദൽ ഇൽതിഫാത്ത് ഇൻദ കുല്ലി ഹയ്യ അല. ഓരോ ഹയ്യ അലച്ച് വരുമ്പോൾ അത് ആവർത്തിക്കുക. അപ്പോൾ ഹയ്യ അലസ്സല രണ്ടോട്ടം വരുമല്ലേ? അപ്പോൾ രണ്ടോട്ടം വലത്തേക്ക് തിരേണ്ടി വരും. ഹയ്യ അലൽ ഫലാഹ് രണ്ടോട്ടം വരുമല്ലോ, രണ്ടോട്ടം ഇടത്തേക്ക് ആക്കേണ്ടി വരും. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് പണ്ഡിതന്മാരിൽ അധിക പേരുടെയും അഭിപ്രായം. വഹാദൽ ഇൽതിഫാത്തു യഖൂനു, ഈ തിരിയൽ എങ്ങനെയായിരിക്കണം? ബി റഖബത്തിഹി, ശരീരം മൊത്തം തിരിയണോ അതോ കഴുത്ത് മാത്രം തിരിഞ്ഞാൽ മതിയോ? പെരടി മാത്രം തിരിച്ചാൽ മതി, റഖബത്ത് കൊണ്ട് തിരിച്ചാൽ മതി. വലാ യുസീലു ഖദമൈഹി അൻ മക്കാനിഹ, കാലെന്താക്കണ്ട, അങ്ങനെ ആക്കണ്ട, കാല് തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇന്ദൽ ഇൽതിഫാത്തി, തിരിയുന്ന സമയത്ത്. എന്താ തെളിവ്? തെളിവാണല്ലോ. ലിമാ റവ അബൂ ജുഹൈഫത റളിയല്ലാഹു അൻഹു ഖാൽ അദ്ദന ബിലാലുൻ. അബൂ ജുഹൈഫ എന്ന കുട്ടിയാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അബൂ ജുഹൈഫ റളിയല്ലാഹു എന്താണ്? കുട്ടിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്ത് ഖാല ഫജഅൽതു അതതബ്ബഹു ഫാഹു ഹാഹുന വാഹുന. ബിലാൽ റളിയല്ലാഹുവിൻ്റെ വാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഞാൻ ഇങ്ങനെ കണ്ട്, ഞങ്ങളതിങ്ങനെ നോക്കി, ഞങ്ങൾ കുട്ടികളെ നോക്കിയെന്നാണ് ഹദീസിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണാം. യഖൂലു യമീനൻ വ ഷിമാലൻ. ബിലാൽ റളിയല്ലാഹു വലത്തേക്ക് തിരിഞ്ഞിട്ടും ഇടത്തേക്ക് തിരിഞ്ഞിട്ടും പറയുന്നുണ്ട് എന്ത്? ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മറ്റു സുനനുകളിലും ഉണ്ട്. അബൂ ജുഹൈഫ റളിയല്ലാഹു അന്ന് കുട്ടിയാണ്. പിന്നീട് വലുതായിട്ടാണ് ഈ ഹദീസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തരുന്നത്. അപ്പോൾ അതാണെന്ത് നമുക്ക് തിരിയാനുള്ള തെളിവ്. അത് ആ മൈക്കിനെ പരിഗണിച്ചിട്ട് തിരിയാം. നമ്മൾ സൗണ്ട് കുറയരുത്, തിരിഞ്ഞുകൊണ്ട് സൗണ്ട് കുറയരുത്. കാരണം അത് ബാങ്കിനെ തന്നെ എന്താക്കും, നമ്മൾ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കണത് കേൾക്കാനാണ്. മൈക്ക് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞൂടെ? തിരിയാം. ഇപ്പോഴത്തെ മൈക്കൊക്കെ അതിന് പറ്റുമെന്നാണ് മനസ്സിലാക്കണം. പിന്നെ മറ്റേ മൈക്ക് കൊണ്ട് എന്തായാലും പറ്റും, ഈ മൈക്ക് എന്തായാലും പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി നോക്ക് വഹാദൽ ഇൽത്തിഫാത്ത്. അടുത്ത് 1326. നമ്മളിപ്പോൾ ഈ പറഞ്ഞ 19 തൊട്ട് 25 വരെ പറഞ്ഞ കാര്യങ്ങളും ഫൈസൽ ഹുസൈൻ്റെ അടുത്ത് നമുക്ക് ഒന്നുകൂടി വായിക്കണം ഇൻഷാ അല്ലാഹ്. വഹാദൽ ഇൽത്തിഫാത്തു ഖാസുൻ ബിമൻ യുഫീദു ഹാദൽ ഇൽത്തിഫാത്ത് ഫി ഇന്തിശാരി സൗതിഹി. അതായത് തിരിഞ്ഞതുകൊണ്ട് ഗുണമുള്ളവനെ ഇത് ചെയ്യാണ്ടുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ തിരിഞ്ഞിട്ട് കുഴപ്പമില്ല, അതായത് ഒന്നും സൗണ്ടൊന്നും ഉയരണില്ല എങ്കിലത് ചെയ്യണ്ടെന്ന്. അമ്മ ഇൻഖാനല യുഫീദു ഫി ഇന്തിശാരി സൗതി, അവൻ്റെ സൗണ്ടാണ് പോകുന്നില്ല, എല്ലായിടത്തേക്കും പോകുന്നില്ല, അങ്ങനെ പ്രശ്നം പറ്റുകയാണ്, മൈക്ക ഈ പ്രശ്നം വരികയാണ്, അങ്ങനെയാണെങ്കിൽ തിരിയേണ്ടതില്ല എന്നുണ്ട്. വൈന്നമ എന്താ പറയുക, അത് ഓനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. കമയു അദ്ദിനു ദാഖിലൽ മസ്ജിദ് ഔ ഫി മുക്കബ്ബിരു സൗത്ത്. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നത്, അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ബാങ്ക് കൊടുക്കുന്ന രൂപം, മൈക്രോഫോണിൽ ബാങ്ക് കൊടുക്കുമ്പോൾ വനഹ്വി ദാലിക മിമ്മാ യുദ്അഫു ഫി ഇന്തിശാർ സൗത്തി ഇൻദൽ ഇൽതിഫാത്ത്. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ അടുത്ത മസലായിട്ട് വന്ന് അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ.
ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ തിരിയുമ്പോൾ എന്താവാണ്, മൈക്ക് പോവാണ്, അല്ലെങ്കിൽ സൗണ്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താക്കണ്ട, തിരിയേണ്ടതില്ല. ഫലാ യുഷ്റഉൽ ഇൽത്തിഫാത്തു ഹീന, അന്നേരം ഇൽത്തിഫാത്ത് മഷ്റൂ ആവുകയില്ല. വൈൻ അംകന യജ്മഅ ബൈനൽ ഇൽത്തിഫാത്ത് വഅദ്മി ളഅഫി സൗതി, ഞാൻ പറഞ്ഞ പോലെ രണ്ടും പാടെ യോജിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ തിരിയാനും പറ്റും, സൗണ്ട് പോകാതെയും തിരിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, തിരിയുക. ബിയൽതഫിത മഅൽ ഇൻഹിറാഫി ജിഹത്തിൻ ലാഖിത്തിൻ മുക്കബ്ബിരി സൗത്ത്, അങ്ങനെ ഈ രൂപത്തിൽ തിരിഞ്ഞാൽ സൗണ്ട് പോലല്ലോ. അങ്ങനെയൊക്കെ തിരിയാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. ഫയുസ്തഹബ്ബുൽ ഇൽത്തിഫാത്തു ഹീനഇദിൻ ലിയജ്മഅ ബൈനൽ ഇൽത്തിഫാത്തിൽ വാരിദത്തി ഫിസ്സുന്ന വബൈനൽ ഇല്ലത്തി അല്ലത്തി മിൻ അജലിഹാ ശുരിയത്ത് ഹാദിഹിൽ ഇസ്തിദാറ. രണ്ടും ഒരുമിപ്പിക്കുക. സുന്നത്തിൽ വന്നിട്ടുണ്ട് തിരിയൽ, പിന്നെയോ ബാങ്ക് മഷ്റൂ ആക്കിയത് സൗണ്ട് എല്ലാവർക്കും കേൾക്കാനാണ്. രണ്ടും പാടെ നമുക്ക് കിട്ടല്ലേ. അപ്പോൾ രണ്ടും പാടെ ജംഅ ചെയ്യലാണ് ഏറ്റവും അഫ്വൽ. ഇനി ഇതാണ് പോയാലും ബാങ്ക് എന്തിനാണോ ഉദ്ദേശിച്ചത് അത് നടക്കും എങ്കിൽ അത് ചെയ്താൽ മതി എന്നുള്ളിടത്താണ് ഷേഖ് പറയുന്നത്. നമുക്ക് തൗഫീഖ് കേട്ട് മനസ്സിലാക്കാൻ. ഇപ്പം എത്ര മസാല പറഞ്ഞു? ഓർത്തെടുത്ത് നോക്കുകയാണെങ്കിൽ നിന്ന് ബാങ്ക് കൊടുക്കലാണ് മുസ്തഹബ്. 2 ത്വഹാറത്തോടു കൂടി ബാങ്ക് കൊടുക്കണം. 3 ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുക്കുക. നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോഴത്തെ ബാങ്ക് കൊടുക്കലുള്ളത്, ഈ മുക്കബ്ബിർ സൗത്ത് ഉള്ളതുകൊണ്ട്. അതില്ലാത്ത സന്ദർഭത്തിലാണ് എന്ത് ഉയർന്ന സ്ഥലം എന്നുള്ളത്. കാരണം അപ്പോഴേ സൗണ്ട് എന്ത് ചെയ്യുള്ളൂ. ഇപ്പോൾ മൈക്കല്ല എന്ന് വിചാരിക്കുക, പള്ളീൻ്റെ ഉള്ളിൽ നിന്നല്ല നമ്മൾ ബാങ്ക് കൊടുക്കണേ. അപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും മുസ്തഹബ്, മോളിൽ കയറുന്ന മുസ്തഹബ്. പിന്നെ 4 ഖിബലാക്ക് തിരിഞ്ഞാകണം. 5 ഹയ്യ അലസ്സല പറയുമ്പോൾ വലത്തേക്ക്, ഹയ്യ അലൽ ഫല പറയുമ്പോൾ ഇടത്തേക്ക്. ഫുള്ള് ശരീരം തിരിയണോ? വേണ്ട, പെരടി അങ്ങോട്ട് തിരിക്കുക. ഇനി അത് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തിരിയുമ്പോൾ സൗണ്ട് പോകുന്നുണ്ടെങ്കിലോ, സൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. അടുത്തത് ലാ യുസ്തഹബ്ബുൽ ഇൽത്തിഫാത്തു ഫിൽ ഇഖാമ. ഇഖാമയിൽ ഈ തിരിയലില്ല. ഇഖാമ കൊടുക്കുമ്പോൾ ഈ തിരിയലില്ല. എന്തുകൊണ്ടില്ല? ലി അദ്മി ഉറൂദിഹി ഫി സുന്ന, സുന്നത്തിൽ വന്നിട്ടില്ല. അതന്നെ കാരണം, സുന്നത്തില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിയൂല. അൽഹംദുലില്ലാ. അടുത്തത് അല്ലാഹ് നമ്മുടെ ദീന് ബസീറത്തോടു കൂടി എല്ലാ ഇബാദത്തും ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻ ജഅലൽ മുഅദ്ദിനു ഇസ്ബഅൈഹി ഫി ഉദ്നൈഹി ലം യുൻകർ അലൈഹി. ബാങ്ക് കൊടുക്കുന്ന ആള് വിരൽ ചെവിയിൽ വെച്ച്, അപ്പം അത് ചെയ്യണ്ടെന്ന് പറയാൻ നിൽക്കരുത്. അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മളാരും പോയി പറയരുത്. എന്തുകൊണ്ട്? ലിമാ റൂവിയ നബി ജുഹൈഫ റളിയല്ലാഹു അൻഹു ഖാൽ, ഈ ഹദീസ് തന്നെ അബൂ ജുഫർദാൻ്റെ ഹദീസിൽ കാണാം, റഅയ്തു ബിലാലൻ യുഅദ്ദിൻ, ബിലാൽ റളിയല്ലാഹു ബാങ്ക് കൊടുക്കണ ഞാൻ കണ്ട്. ഫജഅൽതു അതതബ്ബഉ ഫാഹു ഹാഹുന വഹാഹുന, അദ്ദേഹത്തിൻ്റെ വായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ അതിനെ ആ രൂപത്തിൽ കണ്ട്. വൈസ്ബഅഹു ഫി ഉദ്നൈഹി, അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ അദ്ദേഹത്തിൻ്റെ 2 ചെവിയിലുണ്ടായിരുന്നു. വലി അന്നദാലിക്ക്, അപ്പോൾ ചെവിയിൽ വെച്ച് ബാങ്ക് കൊടുക്കൽ സുന്നത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. വലി അന്നദാലിക്ക് കദി യക്കൂനു ഫീഹി, ചിലപ്പോൾ അതിലെന്തുണ്ടാവും, കമാ ഖാല ബഅ്ളുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇആനതുൻ അല റഫി സൗത്ത്, ചിലപ്പോൾ സൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഉയർന്നേക്കാം. സൗണ്ട് ഉയരൂലേ, അതുകൊണ്ടായിരിക്കാം. വലി അരിഫ മൻ റആഹു മിൻ അസമ്മിൻ വനഹ്വിഹി അന്നഹു യുഅദ്ദിൻ, ഈ ചെവിയൊന്നും കേൾക്കാത്ത ആളുകളുണ്ടാവുമല്ലോ, ഓലിത് കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം, ബാങ്ക് കൊടുക്കാന്ന് മനസ്സിലാവും. ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വിരൽ വെച്ചാൽ എന്ത് മനസ്സിലാവും, ബാങ്ക് കൊടുക്കാമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് കാരണമാകും. വഹാദ ഖൗലു ജുംഹൂർ, ഇതാണ് ജുംഹൂറിൻ്റെ അഭിപ്രായം, അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം. വഅലൈഹി അമലു ഗാലിബിൽ മുഅദ്ദിനീന ഫി അംസാൽ മുസ്ലിമീൻ, ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയൊക്കെ പള്ളിയുണ്ട് അവിടെയൊക്കെ അധിക മുസ്ലിങ്ങളുടെയും അമൽ ഇങ്ങനെ തന്നെയാണ്, ചെവിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യൽ, ബാങ്ക് കൊടുക്കാറുള്ളത്. വൈൻ തറക്കൽ മുഅദ്ദിനു ദാലിക ഫഹു ഔല, ഇനി ഷെയ്ഖ് പറഞ്ഞു നോക്കി, ഇനി മുഅദ്ദിൻ അത് ഒഴിവാക്കിയാൽ അതാണ് കൂടുതൽ അഭികാമ്യെന്ന്. എന്തുകൊണ്ട്? ഈ ലഫ് ഉണ്ടല്ലോ, അബൂ ജഅഫറിന്റെ ആ ലഫ്, എന്ത് ബിലാൽ റളിയല്ലാഹു ചെവിയിൽ കൈവെക്കണ ഞാൻ കണ്ടു, ആ ലഫ്ദ് ദഈഫാണ്, ആ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അത് സ്ഥിരപ്പെട്ട പദമല്ല എന്നുള്ളതുകൊണ്ട്.
അതാണ് ഷെയ്ഖ് സ്ഥിരപ്പെടുത്തുന്നത്. വലിമാ സബത്ത അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻഹുമ അന്നഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് അൻഹുമ എന്നാ പറയാം, അൻഹുമ എന്ന് പറയണം, കാരണം അതിൽ ഉമർലാനുണ്ട്. ഇബ്നു അബ്ബാസ് പറയുമ്പോഴോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയണം, കാരണം അതിൽ അബ്ബാസ് റളിയല്ലാഹുല്ലേ. ഇബ്ന് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. ഉമർ റളിയല്ലാഹു രണ്ടാളില്ല. അപ്പോൾ ഇബ്നു ഉമർ കേൾക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് കേൾക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയണം. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്തുണ്ട് അന്നഹു അദ്ദന, അദ്ദേഹം ബാങ്ക് കൊടുത്തു. വലം യദ ഇസ്ബഅൈഹി ഫി ഉദ്നൈഹി, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്ത് ചെയ്തിട്ടില്ല, കൈ വെച്ചില്ല. അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ അമലാക്കേണ്ടത്? ഒഴിവാക്കലാണ് നല്ലത്. കാരണം അബൂ ജുഹൈഫ റളിയല്ലാഹുവിൻ്റെ ഹദീസിലുള്ള ആ പദം ഉണ്ടല്ലോ, ഏത്? അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹു വൈസ്ബഅഹു ഫി ഉദ്നൈഹി, അദ്ദേഹത്തിൻ്റെ 2 വിരലുകളും അദ്ദേഹത്തിൻ്റെ 2 ചെവിയിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പദം ആ ഹദീസിൽ സ്ഥിരപ്പെട്ട ഹദീസല്ല, ആ പദമുള്ള ഹദീസ്. അതുകൊണ്ട് നമ്മളത് അമലാക്കേണ്ടതില്ല എന്നുള്ളതാണ്. വലിയ അദ്മി അമലി കസീരി മിനൽ മുഅദ്ദിന ബിഹി ഫി സദറിൽ ഇസ്ലാം. പിന്നെ മാത്രമല്ല, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ബാങ്ക് കൊടുത്തിരുന്ന ആരും അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ളത് കൊണ്ടും കൂടി അത് വേണ്ടതില്ല എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇതാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. നമ്മളിന്ന് 2 ഫസ്ൽ പഠിച്ചു. ഇനി പറയുന്നുണ്ട് 2 ഫസ്ൽ പഠിച്ചു. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞെന്താ, ഫസ്റ്റ് ഈ ബാങ്ക് കൊടുക്കുന്ന ആളുടെ വിശേഷണങ്ങളൊക്കെ മുമ്പ് ഒരു കാര്യം പറഞ്ഞു. സിക്കത്തായ ഒരാളാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മളൊക്കെ അയാളെ അവലംബിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത ഭാഗം എന്താണ്, ബാങ്ക് കൊടുക്കുന്ന ആൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അയാളുടെ ഒരു വിശേഷണം എന്തൊക്കെ ആയിരിക്കണം? നിന്ന് കൊടുക്കണം, ഉദൂടി ആയിരിക്കണം, പിന്നെ ഒരു ഉയർന്ന സ്ഥലത്താകുമ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഈ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കൽ കേൾപ്പിക്കൽ ഏറ്റവും അവസാനം തന്നെയാണ്, ഒരു ഉയർന്ന സ്ഥലത്താകണം. പിന്നെ ഖിബലക്ക് തിരിഞ്ഞാകണം. ഹയ്യാലസ്വല ഹയ്യാലസ്വല പറയുമ്പോൾ വലത്തോട്ട്, ഹയ്യാൽഫല പറയുമ്പോൾ എടുത്തോട്ട്. പിന്നെ നമ്മളെന്താ പഠിച്ചത്? ചെവിയിൽ കൈ വെക്കൽ ഹദീസിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഹദീസിൻ്റെ ആ പദം സ്ഥിരപ്പെട്ടിട്ടില്ല, ആ പദമുള്ള ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ ആരെങ്കിലും ചെവിയിൽ കൈ വെക്കണ കണ്ട എന്താക്കരുത്, പോയി വെക്കണ്ട എന്ന് പറയരുത്. കാരണം ഇങ്ങനൊരു ഹദീസ് അവിടെ ഉണ്ട്. ആ ഹദീസിൻ്റെ ആ പദം സ്ഥിരപ്പെടാത്തതുകൊണ്ട് ഷെയ്ഖിൻ്റെ അഭിപ്രായമാണ് എന്ത്, ഒഴിവാക്കൽ തന്നെയാണ് നല്ലതെന്നുള്ളത്. എന്നാലും ആ ഹദീസ് കൊണ്ട് അത് സ്വഹിയായി കാണുന്നവരുണ്ടാകും. ആ ഹദീസിൻ്റെ വ്യത്യസ്ത പദങ്ങളിലൂടെ അങ്ങനെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒരു ഹദീസ് തന്നെ ഒരു പണ്ഡിതൻ്റെ അടുക്കൽ സ്വഹിയായി കിട്ടിയിട്ടുണ്ടാകും, അപ്പോൾ ഈ പണ്ഡിതനെ സ്വഹിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് എന്താക്കണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മൾ ചെയ്യണ പോലെ തന്നെ എല്ലാവരും ചെയ്യിപ്പിക്കണം എന്നുണ്ട്, നമ്മൾ നസീഹത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അവരൊരു വിശാലത കാണിച്ച് അങ്ങനെ ഹദീസ് ഉണ്ട്, നമ്മൾ പഠിച്ചത് ഉസ്താദിൽ പഠിച്ചത് ഇങ്ങനെ ഒരു ആ ഹദീസ് ഉള്ളത് കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഇനി ചെയ്തുകൊണ്ട് എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ബാങ്കിൻ്റെ മക്സൂദ് നടക്കുകയാണെങ്കിൽ, ശബ്ദമാണ് കൂടുകയാണെങ്കിൽ ചെയ്തോട്ടെ, ചെയ്തുകൊണ്ട് എന്തില്ല, ബാങ്കിനൊരു കോട്ടം വരില്ല എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാനുള്ള തെളിവ് ഇബ്നു ഉമർ ബാങ്ക് കൊടുത്തു, അദ്ദേഹം ചെവിയിൽ വെച്ചില്ല. പിന്നെ ഇസ്ലാമിൻ്റെ തുടക്കകാലത്തിൽ ആരും അങ്ങനെ ചെയ്തതായി കണ്ടിട്ടില്ല. പിന്നെ വന്നതാണ്, അതായത് പിന്നെ അങ്ങനെ ചെവിയിൽ വെച്ച് ഇങ്ങനെ എല്ലാ അധിക മുസ്ലിമീങ്ങളും ഇപ്പം നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിയിൽ വെക്കലില്ലേ എന്നുള്ളതുകൊണ്ട്. അത് നമുക്ക് ഫഹ്മ് വരട്ടെ. ഒരു കഥ പറയട്ടെ, അതാ നല്ലത്, ഉറക്കം പോകാൻ. സുബ്ഹാനല്ലാഹ്. അടുത്ത ഫസലിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അടുത്ത ഫസലുണ്ട്, അതായത് എപ്പോഴാണ് ബാങ്ക് കൊടുക്കേണ്ടതെന്നുണ്ടല്ലോ, അതാണ് അടുത്ത ഫസൽ. ഫിഖ് പഠിക്കാൻ ഭയങ്കര രസമാണല്ലേ, അൽഹംദുലില്ലാഹ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഇത് പറയാ, ഫിഖ് പഠിക്കാൻ രസമല്ല, മടുപ്പ ചോദ്യം ചോദിക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ആയിക്കോട്ടെ, ചോദ്യം ചോദിച്ച് പഠിക്കണം എന്നാണ്. എന്താ തെളിവ്? പഠിപ്പിക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ തെളിവ് എന്താണ്? അത് തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഇങ്ങനെ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നിടക്ക് പരീക്ഷയ്ക്ക് ഉസ്താദ്മാർ തെളിവ് പഠിക്കണ ഹദീസാണ്. അതിലുണ്ട്, ദലീലൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇരിക്കുമ്പോൾ സ്വഹാബത്ത് ഒരു മരമുണ്ട്, അതിൻ്റെ ഇല വീയൂല, അത് മുഅ്മിൻ്റെ ഉപമയാണ്, നല്ല സബാത്തുള്ള മരമാണ്. ഏതാണ് ആ മരം എന്ന് ചോദിച്ചു. അപ്പോൾ പലരും പല മരത്തിൻ്റെ പേര് പറയാൻ തുടങ്ങി. ആരുടെ മനസ്സിലാണ് കിട്ടിയില്ല.
ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വാപ്പയും അബൂബക്കറൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയണത് മോശമല്ലേ എന്നുള്ള നിലയ്ക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തില്ല, ഉത്തരം മിണ്ടിയില്ല. അങ്ങനെ ഉണ്ടാവല്ലോ, ഓലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറയണ മോശമല്ലേ എന്നുള്ള നിലയ്ക്ക് പല ആൾക്കാരും ഉണ്ടായിരിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവില്ല. റസൂലുള്ള പറഞ്ഞു അതേതാണ്, ഈന്തപ്പനമരമാണ് മുഅ്മിൻ്റെ ഉപമ. മുഅ്മിൻ എന്തുകൊണ്ട് ഈന്തപ്പനമരത്തിനോട് ഉപമിക്കുന്നു എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. പല വിഷയത്തിൽ ഈന്തപ്പനയോട് ഉപമിക്കാരെ ഒരു വിശ്വാസിയെ കടപുഴകാത്ത ഈമാനുള്ള ആ രൂപത്തിൽ എപ്പോഴും എല്ലാവർക്കും നഫ്ഉള്ള ആരും ഒരുപാട് ഉണ്ട് മുഅ്മിൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ ക്ലാസ്സിൽ പറയാം. കാരണം കുറേ കാര്യങ്ങളുണ്ട് വിശ്വാസിയും ഈന്തപ്പനമരവും തമ്മിലുള്ള ബന്ധം. റസൂൽ പറഞ്ഞ ഈന്തപ്പനമരമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു പോണ വഴിക്ക് വാപ്പാനോട് പറഞ്ഞു, ആരോട്, ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉപ്പ എനിക്കറിയാനു, പക്ഷെ നിങ്ങളും ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറയണ മോശമല്ലേ. അപ്പം ഉപ്പ പറഞ്ഞു, മോനെ ഈ അത് പറയലായിരുന്നു ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഉപ്പാക്ക് ഇജ്ജത്തല്ലേ മകനെ ആൻസർ പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ സദസ്സിൽ നിന്ന്. അപ്പോൾ അതാണ് പരീക്ഷയ്ക്ക് തെളിവെടുക്കൽ. ബുഖാരി പഠിപ്പിക്കുന്ന കാലത്ത് പഠിപ്പിച്ചു തന്ന ഹദീസാണ്. നമുക്ക് ഇമാം ബുഖാരിയുടെ അടുത്തേക്ക് ഒരാൾ ചെന്ന ഒരു കഥ വളരെ അറിയപ്പെട്ട ഒരു കഥയാണ്. ഉസ്താദ് ഈ അടുത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. ഇമാം ബുഖാരി അറിയില്ലേ? ഇൻഷാ അല്ലാഹ് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് കുറച്ച് ചെറിയൊരു കഥ നമ്മൾ ഇടയ്ക്കൊരു ഇതെന്നാണ് ഇട്ടാനേ. ഫിഖ് ഇപ്പം എത്ര വായിച്ചല്ലോ, ഇൻഷാ അല്ലാഹ് മനസ്സിലതൊക്കെ ഉറക്കാനും. ഇമാം ബുഖാരിയുടെ അടുക്കലേക്ക് അബുൽ അബ്ബാസ് ബിൻ ഇബ്രാഹിം ബിൻ യസീദ് അൽ ഹംദാനി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ചെന്നു. ഇമാം ബുഖാരി ഹദീസിൽ വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഈ അബുൽ അബ്ബാസ് ചെന്നിട്ട്, എനിക്കൊരു ഒത്ത പ്രായമൊക്കെ ആയപ്പോൾ, ഞാനൊരു പുരുഷനൊക്കെ ആയ സമയത്ത് എനിക്ക് മനസ്സിൽ കൊതിയായി ഹദീസുകൾ കേട്ട് പഠിക്കണം. അന്നത്തെ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ യാത്രകൾ ചെയ്യണം, അതേപോലെ തന്നെ എഴുതി വെക്കണം, ഉസ്താദുമാരുടെ അടുത്ത് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഹദീസുകൾ കേൾക്കണം. ഇന്നും അങ്ങനെ ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് കേട്ടോ, അങ്ങനെ ഹദീസുകൾ സനദ് കൊടുക്കുന്ന. അപ്പോൾ ഞാൻ ഇമാം ബുഖാരിൻ്റെ അടുത്ത് പോയി, അതിലും വലുതാരുമില്ലല്ലോ, ഇമാം ബുഖാരിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഞാൻ ഇമാം ബുഖാരിനോട് എൻ്റെ ആവശ്യം അറിയിച്ചു. ബുഖാരി തങ്ങൾ, എനിക്ക് എന്ത് ചെയ്യണം, ഹദീസ് കുറച്ച് പഠിച്ചാൽ തിരക്കേടില്ല എന്നുണ്ട്, ഇൽമുൽ ഹദീസിൽ കുറച്ച്. ഇപ്പോൾ നമ്മൾ പഠിക്കണ ഇൽമ ഏതാണ്? ഫിഖ്. അപ്പോൾ ഇമാം ബുഖാരി മൂപ്പരോട് ഒരു മറുപടി പറഞ്ഞു, യാ ബുനയ്യ, മോനോ, ലാ തദ്ഖുൽ ഫി അംറിൻ ഇല്ലാ ബഅദ മഅരിഫത്തി ഹുദൂദ്. ഒരു കാര്യം ഫുള്ള് അറിയാതെ കയറരുത്. ഇത് പഠിക്കാൻ പോകുന്ന സംഭവം എന്താണെന്നറിയാതെ കയറരുത്. വൽ വഖൂഫി അലാ മഖാദിരിഹി, എന്തൊക്കെയും തിരിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, അരിഫിനി റഹിമക്കല്ലാ, അങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ചായിട്ട് എന്തൊക്കെയാണ് ഈ ഇൽമിൽ ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരിക? അപ്പോൾ എനിക്കൊരു വസിയത്ത് പറഞ്ഞു. ആ വസിയത്ത് ഞാൻ കേട്ടു. ആ വസിയത്ത് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ആ വസിയത്ത് ഞാൻ കേട്ടു. ഫഹാലനി ഖൗലുഹു, എനിക്ക് പേടിയായി. മാത്രമല്ല ഞാൻ കുറേ നേരം, അദ്ദേഹം കുറേ നേരം ഉണ്ടായിരുന്നു, ഞാനും തലതാത്തിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കണുണ്ടാവും. ബുഖാരി ഇമാം വലിയൊരു വസിയത്ത കൊടുത്തേ. വസിയത്ത് പറഞ്ഞാൽ ഹദീസ് പഠിക്കാൻ എങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞു തന്നു, വസിയത്താണ് തന്ന്. അപ്പം ഞാനും ഉണ്ടില്ല, ഇദ്ദേഹം ഉണ്ടെന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമാം ബുഖാരി എന്നോട് പറഞ്ഞു, ഇനി അനക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയൂലെങ്കിൽ ഇല്ലം തുത്തിഖ് ഹംല ഹാദിഹിൽ മശാഖുല്ലഹ ഫഅലൈക ബിൽ ഫിഖ്. ജന്തു പഠിക്കാൻ പോയിക്കോ, ഫിഖ് പഠിക്കാൻ പോയിക്കോ, അതാണ് എളുപ്പം. യുംകിനുക്ക് അനക്ക് വീട്ടിലിരുന്നാലും ഫിഖ് പഠിക്കുക. കാരണം ഹദീസ് പഠിക്കുന്നതിൻ്റെ സമറത്തായി കിട്ടുന്നതാണ് എന്ത്, ഫിഖ്. ഓരോ ഹദീസിനോട് തന്നെയാണല്ലോ ഫിഖുകളൊക്കെ വരേണ്ടത്. അപ്പോൾ അത് വീട്ടിലിരുന്നാലും പഠിക്കുക. എനിക്ക് ചിലപ്പോൾ വീട് ഒഴിവാക്കേണ്ടി വരില്ല, യാത്രകൾ ചെയ്യേണ്ടി വരില്ല, അതുകൊണ്ട് ഫിഖ് പഠിക്കുക. അപ്പോൾ ഇമാം ബുഖാരി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ നോക്കി, ഫിഖ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫിഖിൽ കുറച്ചുകൂടി അൽഹംദുലില്ലാ നല്ലോണം പഠിച്ചു ഉഷാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇമാം ബുഖാരി എന്ത് വസിയത്ത മൂപ്പര് കൊടുത്തറിയോ? ഇത്രത്തോളം പേടിച്ച് ഹദീസിൽ നിന്ന് വിട്ടു മാറണമെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വസിയത്താണ്, നല്ല രസമുണ്ട് അത് കേൾക്കാൻ. അതിൻ്റെ സനത് ഞാൻ പരിശോധിച്ചിട്ടില്ല, ഈ കഥയുടെ സനത് പരിശോധിച്ചിട്ടില്ല. എൻ്റെ ഉസ്താദ് ഈ അടുത്താണ് എനിക്ക് ഇത് പറഞ്ഞു തരുന്നത്, ഒരു വിഷയത്തിന് പറഞ്ഞതാണ്. അപ്പോൾ നോക്ക്, ഈ ഹദീസിൽ ഞാൻ ഇമാം ബുഖാരി ഒന്ന് കേട്ടപ്പോൾ ത്വലബുൽ ഹദീസിൽ എൻ്റെ ആ തീരുമാനം ഞാൻ മാറ്റിച്ചു. ഞാൻ ഫിഖ് പഠിക്കാൻ ഇറങ്ങി. എന്നിട്ട് ഫിഖിൽ ഞാൻ പറ്റുന്ന അത്രയും പഠിച്ചു. ആ വസിയത്ത് എന്തായെന്നറിയോ? ആ വസിയത്താണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. യഅലം, മോനെ ഈ അറിഞ്ഞോ, അന്ന റജുല ലാ യസീറു മുഹദ്ദിസൻ കാമിലൻ ഫി ഹദീസിഹി. ഒരാൾ നല്ലൊരു മുഹദ്ദിസ് ആകണം, ഹദീസ് പണ്ഡിതനാണ്, പൂർണ്ണമായ ഹദീസ് പണ്ഡിതനാകണമെങ്കിൽ ആവണമെങ്കിൽ കുറച്ചുണ്ട്. ഇല്ലാ ബഅദൻ യക്തുബ അർബഅൻ മഅ അർബഇൻ ക അർബഇൻ മിസ്ല അർബഇൻ
ഫി അർബഇൻ, ഇന്ദ അർബഇൻ, ബി അർബഇൻ, അല അർബഇൻ, അൻ അർബഇൻ, ലി അർബഇൻ. ഇങ്ങനെയൊക്കെയാണ് ആദ്യം പറഞ്ഞു കൊടുക്കണേ. മനസ്സിലായോ നമുക്ക്? ഇല്ല, 4 കാര്യങ്ങൾ എഴുതി വെക്കണം. യക്തുബ അർബഇൻ മാ അർബഇൻ, 4 കാര്യങ്ങളുടെ കൂടെ, ക അർബഇൻ 4 കാര്യങ്ങളെ പോലെ, മിസ്ല അർബഇൻ 4 കാര്യങ്ങളോട് സാമ്യതയുള്ള നിലക്ക്, ഫി അർബഇൻ 4 കാര്യങ്ങളുടെ വിഷയത്തിൽ, ഇന്ദ അർബഇൻ 4 കാര്യങ്ങളുടെ അടുത്ത്, ബി അർബഇൻ 4 കാര്യങ്ങളെ കൊണ്ട്, അല അർബഇൻ 4 കാര്യങ്ങളുടെ മേൽ, അൻ അർബഇൻ 4 കാര്യങ്ങളെ തൊട്ട്, മാ അർബഇൻ 4 കാര്യങ്ങളുടെ കൂടെ. ഇനി മാത്രമല്ല, ഫൈദ തമ്മത്ത് ലഹു കുല്ലുഹ, ഇത് മൊത്തം കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ, കുല്ലു ഹാദിഹു റുബായിയാത്ത്, ഇപ്പം പറഞ്ഞ ഈ അർബായിയാത്ത് ഉണ്ടല്ലോ, 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, കുറേ 4 കാര്യങ്ങൾ, അത് പൂർത്തിയാവണമെങ്കിൽ ലാ തത്തിമു ഇല്ലാ ബി അർബൈൻ മാ അർബൈൻ, അതിന് 4 കാര്യങ്ങൾ വേറെ വേണം 4 കാര്യങ്ങളുടെ കൂടെ. ഇനിയോ ഇത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ഹാന അലൈഹി അർബൗൻ, അവന് 4 കാര്യങ്ങൾ കിട്ടും, 4 കാര്യങ്ങൾ എളുപ്പമാവും, 4 കാര്യങ്ങൾ എളുപ്പമാവും. ഫബുത്തുലിയ ബി അർബൈൻ 4 കാര്യങ്ങളെ കൊണ്ടോ പരീക്ഷിക്കപ്പെടും. മാത്രമല്ല, ഇനി അതിലൊക്കെ ക്ഷമിച്ചാൽ അള്ളാഹു ദുനിയാവിലും 4 കാര്യങ്ങൾ കൊടുക്കും, ആഖിറത്തിലും 4 കാര്യങ്ങൾ കൊടുക്കും. ഇമാം ബുഖാരി വസിയത്ത് വിശദീകരിച്ച് കൊടുക്കണം, എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അത് പറഞ്ഞുതരാം, അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് പൂർത്തിയാവുള്ളൂ. ആ എല്ലാ 4 കാര്യങ്ങളും പറഞ്ഞിട്ട് ഇമാം ബുഖാരി പറയും, ഇത് ഞാൻ എൻ്റെ കുറേ ഉസ്താദ്മാരിന്ന് കേട്ടതിൻ്റെ ആകത്തുകയാണ് ഈ 4 കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞ ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, അറിവ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഭയങ്കര ഷൗക്കുണ്ടാക്കുന്ന ഒരു വാക്കായിരുന്നു. 4 കാര്യങ്ങൾ അറിയണം, ബി അർബൈൻ, മാ അർബൈൻ, മിസ്ല അർബൈൻ, കാ അർബൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങളെന്ന് കേൾക്കാൻ എൻ്റെ ആഗ്രഹം ഉണ്ടാവില്ല. ഇത് കേട്ടിട്ടാണ് അബുൽ അബ്ബാസ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന പണ്ഡിതൻ ആ പണി നിർത്തിയിട്ട് ഫിഖ് പഠിക്കാൻ പോയത് എന്ന്. അപ്പോൾ തലബുൽ ഹദീസ് വിചാരിക്കുന്ന പോലെ, ഇൽമുൽ ഹദീസ് വിചാരിക്കുന്ന പോലെയല്ല, നല്ല വിശാലമായൊരു മേഖലയാണെന്ന് അർത്ഥം. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഫസ്സിർലി, അതായത് ഇമാം ബുഖാരിൻ്റെ ശിഷ്യൻ, എന്താണ് ഉസ്താദ് എന്ന് പറഞ്ഞുതരുമോ ഈ 4 കാര്യങ്ങൾ? റഹിമക്ക് അല്ലാഹു തആല മാ ദക്കർത മിൻ അഹ്വാലി ഹാദിഹി റുബായിയാത്ത്. നമ്മൾ ഇടയ്ക്ക് ഫിഖ് എന്നാണ് ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അധ്യാപകർ പഠിപ്പിച്ചു കൊടുത്തത്. ഉസ്താദ് ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. അമ്മൽ അർബഅത്തുല്ലത്തി തഹ്താജു ഇലാ കത്ബ്, എഴുതി വെക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, അഖ്ബാറു റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറായിഹു, റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ എഴുതി വെക്കണം, റസൂലുള്ള പഠിപ്പിച്ച ശരീഅത്തുകൾ എഴുതി വെക്കണം. വസ്സഹാബത്തി റളിയല്ലാഹു അൻഹും വമഖാദിറഹും, സ്വഹാബത്തിനെ കുറിച്ച് എഴുതി വെക്കണം, സ്വഹാബത്തിൻ്റെ അഹ്വാലുകൾ എഴുതി വെക്കണം, അവരുടെ പദവികൾ എഴുതി വെക്കണം. വത്താബിഈന വഅഹ്വാലഹും, താബിഈങ്ങളെ കുറിച്ച് എഴുതി വെക്കണം, അവരുടെ അവസ്ഥകളെ കുറിച്ച് എഴുതി വെക്കണം. വസായിറൽ ഉലമായി വതവാരിഖും, പിന്നെ എല്ലാ പണ്ഡിതന്മാരും അവരുടെ ചരിത്രങ്ങളും എഴുതി വെക്കണം, ഹദീസ് പണ്ഡിതൻ. ഇതാണ് ആദ്യം എഴുതി വെക്കണം 4 കാര്യങ്ങൾ. 4 കാര്യങ്ങളുടെ കൂടെ എന്നാണ് പറഞ്ഞത്. മഅ അർബൈൻ, അതേതൊക്കെയാണ്? മാ അസ്മായി റിജാൽ, റിജാലിൻ്റെ നാമങ്ങൾ, ഓരോ സനദിലും വരുന്ന റിജാൽ ഉണ്ടാവുമല്ലോ, റാവിമാർ, അവരുടെ പേര് എഴുതി വെക്കണം. വ കുനാഹും, അവരുടെ കുഞ്ഞിയത്തുകൾ ഉണ്ടാവും, അബുൽ അബ്ബാസ് എന്നൊക്കെ പറയുന്ന പോലെ അബു അബ്ദില്ല, കുഞ്ഞിയത്തുകൾ എഴുതി വെക്കണം. വ അംകിനത്തഹും വ അംകിനത്തിഹിം വ കുനാഹും അംകിനത്തിഹിം, അവരുടെ സ്ഥലങ്ങൾ എഴുതി വെക്കണം, എവിടെയാണ്, ഏതാണ് നാട് ഈ പണ്ഡിതൻ്റെ. വ അസ്മാനിഹിം, അവർ ഏത് കാലത്താണ് ജീവിച്ചത്, അത് എഴുതി വെക്കണം. അതാണ് മഅ അർബൈൻ എന്ന് പറഞ്ഞത്. ഏതുപോലെ ക അർബഇൻ എന്ന് പറഞ്ഞു, ക തഹ്മീദി മഅൽ ഖുതബ്, ഒരാളെ ഖുത്ബ പറയുമ്പോൾ ഹംദ് പറയലില്ലേ, അതുപോലെ. വ ദുആഇ മഅ തവസ്സുൽ, നമ്മൾ തവസ്സുൽ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ തവസ്സുലിൻ്റെ കൂടെയുള്ള ദുആ പോലെ. വൽ ബസ്മലത്തി മാ സൂറ, സൂറത്തിൽ ബിസ്മി അല്ലുന്നത് പോലെ. വ തക്ബീരി മാ സലാത്ത്, നിസ്കാരത്തിൽ തക്ബീർ അല്ലുന്ന പോലെ. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അതേപോലെ ഇത് അനിവാര്യമായിട്ട് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. പിന്നെ മിസ്ല അർബൈൻ എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ്, ഏത് ഉദാഹരണം പറഞ്ഞ ടീം. മിസ്ലൽ മുസ്നദാത്ത്, റസൂലുള്ളാഹിക്ക് ചേർക്കപ്പെട്ട ഹദീസാണ്. വൽ മുർസലാത്ത്, പിന്നെ റസൂലുള്ള പിന്നെ എവിടെയെങ്കിലും മുറിഞ്ഞ താബി റസൂൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ. വൽ മൗഖൂഫാത്ത്, സ്വഹാബിയിൽ നിന്ന ഹദീസുകൾ. വൽ മക്തുആത്ത്, താബിയിൽ നിന്ന ഹദീസുകൾ. താബി പറഞ്ഞ വാക്കുകൾക്കാണ് മക്തു എന്ന് പറയാം, സ്വഹാബി പറഞ്ഞത് മൗഖൂഫാവും. ഫി അർബ എന്ന് പറഞ്ഞു, എപ്പോഴൊക്കെ, ഫി സിഗരി, ചെറുപ്പത്തിലും, വഫി ഇദ്റാഖി, ബോധം വരുന്ന സമയത്തും, വഫി ഷബാബിഹി, യുവത്ത സമയത്തും, വഫി കുഹൂലത്തിഹി, കുറച്ചുകൂടി ഒത്ത പ്രായത്തിൽ 40 വയസ്സൊക്കെ എത്തുന്ന കുഹൂലത്തിൻ്റെ പ്രായത്തിൽ എഴുതിയേക്കാം. എന്തിൻ്റെ അടുത്ത് വയ്ക്കുകയാണ്, ഇന്ദ ഫറാഖിഹി, അവൻ്റെ ഒഴിവ് സമയത്ത്, ഇന്ദ ഷുഗലിഹി, അവൻ ഒഴിവില്ലാത്ത സമയത്ത്,
വഇന്ദ ഫഖരിഹി ദാരിദ്ര്യമുള്ള സമയത്ത്, വഇന്ദ ഗിനാഹു ഐശ്വര്യമുള്ള സമയത്തൊക്കെ. അതാണ് ഇന്ദർബ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒഴിവാക്കാനേ പറ്റില്ല, ഹദീസ് തന്നെ ആയിരിക്കണം ജീവിതം. എന്തുമേ ബിൽ ജിബാലി വൽ, എവിടേക്ക് ബിൽ ജിബാലി വൽ ബിഹാരി, കരയിലും കടലിലും മലകളിലും, വൽ ബുൽദാനി വൽ ബറാരി, അവിടേക്ക് ഈ 4 സ്ഥലത്തും. അലൽ എവിടേക്ക് എഴുതിയേക്കണം? അലൽ അഹ്ജാരി, എന്തിൻ്റെ മേലെന്നല്ല, എവിടേക്ക് എഴുതിയേക്കണം? അലൽ അഹ്ജാരി കല്ലുമ്മ, വൽ അഖ്സാഫി വൽ തൊലിമ്മ അക്താഫി, എല്ലുമ്മ, എവിടേക്ക് എല്ലായിടത്തും എഴുതിയേക്കണം. ഇലൽ വഖ്തില്ലദി യുംകിനുഹു നഖ്ലുഹു അൽ ഔറാഖ്, പേപ്പർക്ക് മാറ്റാൻ പറ്റുന്ന അത്ര ആ സമയം വരെ എഴുതി വെക്കണം. ഇതൊക്കെയാണ് പണ്ടത്തെ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ. യാത്ര പോകണം, ഒരു ഉസ്താദിനെ കാണണം, പഠിക്കണം. സുബ്ഹാനല്ലാഹ്. ആരെന്നൊക്കെ പഠിക്കണം. അമ്മൻ ഹുവ ഫൗഖ്, എന്നേക്കാളും മേലത്തെ ആളെന്ന് പഠിക്കണം. വ അമ്മൻ ഹുവ മിസ്ലഹു, ഓൻ്റെ അതേ ദർജയിലുള്ള ആളെന്ന് പഠിക്കണം. വ അമ്മൻ ഹുവ ദൂനഹു, ഓനേക്കാൾ താഴെയുള്ള ആളെന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. വാൻ കിതാബി അബിഹി, ഓൻ്റെ ഉപ്പ എഴുതി വെച്ച കിതാബെന്ന്. അബു ഉദ്ദേശിച്ചത് അധികം ഉസ്താദായിരിക്കണം. കാരണം 3 രൂപത്തിൽ വാപ്പമാരുണ്ട്. ഒന്ന് നമ്മുടെ സ്വന്തം വാപ്പ, പിന്നെ ഭാര്യയുടെ ഉപ്പ, പിന്നെ അലുബുവത്ത് ദീനിയുണ്ട്, അതായത് ഉസ്താദുമാർ. പോലും വാപ്പാൻ്റെ സ്ഥാനത്തുണ്ടാവാം. അപ്പം അതായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെ കുറേ അർബഇയാത്ത് പറയാണ്. സുബ്ഹാനല്ലാഹ്. ഉസ്താദ് എനിക്ക് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഓന് എഴുതി കഴിഞ്ഞാൽ ഹാന അർബ എന്നാണ്. ഓന് 4 കാര്യങ്ങൾ പിന്നെ ഒന്നും ആവില്ല. ഓൻ്റെ കുടുംബം, മക്കൾ, സമ്പത്ത്, നാട്, ഇതൊക്കെ സുഖമായിട്ട് എന്ത് ചെയ്യും? ഒഴിവാക്കും. ഇതൊക്കെ ഫുള്ളാണ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓനൊരു പ്രശ്നമാവില്ല പഠിക്കാൻ. ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, സമ്പത്താകട്ടെ, നാടാകട്ടെ, ഇത് പഠിപ്പിച്ചു തരാനാണ് ഇത്രയും ഉസ്താദ് പറഞ്ഞത്. അത് നമ്മുടെ ഉസ്താദ്മാർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഒരു കഥയിലൂടെ ഒരുപാട് അർബായത്ത് ഇനിയും പറയുന്നു കേട്ടോ. പഠിച്ചോൻ പരലോകത്ത് ഇത് കൊടുക്കും, ഇത്ര 4 കാര്യങ്ങൾ കൊടുക്കും, ആഖിറത്തിൽ കൊടുക്കും. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആണ് ഈ ഒരു കഥ അവസാനിപ്പിക്കുക. അപ്പോൾ നോക്ക്, ഒരു ഉസ്താദിൻ്റെ അടുത്ത് വിദ്യാർത്ഥി ചെല്ലുന്നു, ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു. ഒക്കെ അറിഞ്ഞിട്ട് പഠിച്ചാൽ ഇറങ്ങിയാൽ മതി, ആഴം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഒക്കെ ഒരു ഹിമ്മത്തിനെ കുറിച്ച് ഞാനത് അസ്ലി കിതാബിൽ കണ്ടിട്ടുണ്ട്. ഫത്തുൽ ബാരിൻ്റെ ഒക്കെ, ഇമാം ബുഖാരിൻ്റെ കിതാബിൻ്റെ പേര് സൊഹീൽ ബുഖാരി അല്ലേ? സൊഹീൽ ബുഖാരിൻ്റെ ഏറ്റവും അറിയപ്പെട്ട ശറഹ് ഏതാണ്? ഫത്തുൽ ബാരി. അത് എഴുതിയതാരാണ്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അതിനോളം നല്ലൊരു ശറഹ് എഴുതപ്പെട്ടിട്ടില്ല എന്നാ പറയാം അല്ലേ? ഫത്തുൽ ബാരിയോളം നല്ലൊരു ശറഹ് എഴുതപ്പെട്ടിട്ടില്ല. അത് നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അത്തരത്തിലുള്ള മലയാളത്തിലൊക്കെ ആ രൂപത്തിൽ ഹദീസിന് സേവനം ചെയ്യാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ അല്ലേ? അല്ലാഹുമ്മ ആമീൻ. ഫത്തുൽ ബാരിൻ്റെ ആമുഖത്തിൽ കാണാം, ഇമാം ബുഖാരി ഒരു രാത്രിയിൽ 15ഓ 16ഓ തവണ നെട്ടി എഴുന്നേൽക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യം ഓർമ്മ വന്നാൽ ഇത് എഴുതി വെക്കാൻ. നമ്മളൊരു കാര്യത്തോട് അടങ്ങാത്ത താല്പര്യവും ഹെറുസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മടി ബാധിക്കില്ല. പെട്ടെന്ന് ഓർമ്മ വന്നാൽ അതന്നെ ചെയ്യും. പിന്നെയും കിടക്കാൻ നിൽക്കുമ്പോൾ ഉറങ്ങി പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്ന് എഴുന്നേറ്റ് പിന്നെ എഴുതും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹിമ്മത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, തളരാതെ. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നിടത്തും അധ്വാനിച്ചാൽ നമ്മൾക്ക് അള്ളാഹു ഇൽമു തരും. അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു കേട്ട് പോകാന്നല്ല, അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്ത് വാക്ക് കേൾക്കുമ്പോഴും എനിക്കെന്താ അതിൽ അമലാക്കാനുള്ള നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും ജൂത ക്രിസ്ത്യാരെ പോലെ ആകരുത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അമലാക്കൂല. നമ്മൾ നമ്മുടെ കിതാബിൽ എന്ത് കണ്ടോ അത് അമലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആനിലൊരു കാര്യം കണ്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അപ്പോൾ നമ്മളത് അമലാണ് പുതുക്കുക. ഒരു ഹദീസ് കേട്ടു, ഒരു 2 റക്അത്ത് സുന്നത്തിനെ കുറിച്ച് കേട്ടു, അപ്പോൾ ഉടനെ തന്നെ കിതാബിനെ അടച്ചു വെച്ചിട്ട് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഞാൻ പറയുന്നത് അമലിനോട് അധിക താല്പര്യം കാണിക്കുക, എന്ത് ഗ്രന്ഥമായി, പ്രത്യേകിച്ച് ഫിഖ് വായിക്കുമ്പോൾ. കാരണം ഫിഖ് നമ്മുടെ എന്താണ്? ഫിഖ് എന്താണ്? അമലാക്കാനുള്ളതാണ്. നമ്മുടെ അമലിനെ കുറിച്ചാണ് ഫിഖിൻ്റെ ഇൽമ ചർച്ച അല്ലേ? അൽഹംദുലില്ലാ നമുക്ക് ബസീറത്തോടു കൂടി അള്ളാഹിനെ ആരാധിക്കാൻ പറ്റുന്നുള്ള വലിയ തൗഫീഖാണ്. എപ്പോഴാണ് നിസ്കാരം? അപ്പോൾ നമുക്ക് ഒരു ഭാഗം കൂടി വായിച്ചൂടെ? ചെറിയൊരു ഭാഗം കഴിയൂലല്ലേ? അത് കുറച്ച് അധികം ഉണ്ട് തോന്നണം. കുറച്ച് ഒതെടുക്കാനും സുന്നത്തസ്കരിക്കാനൊക്കെ ഉള്ള സമയം. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളാ, ഞാൻ മറ്റേത് പറയാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി. ഞാൻ ശനിയാഴ്ച എടുത്തൊരു ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞെന്നാൽ ഞാൻ ബാക്കി കൂടി പറഞ്ഞുതരാം, ഓർമ്മ ഉണ്ടെങ്കിൽ. അള്ളാൻ്റെ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ. അന്നാ ക്ലാസ്സിന് ആരൊക്കെ ഉണ്ട് അതിനോടെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എല്ലാത്തിൻ്റെ അസ്സലാണ്, അതിൽ സംശയമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു അസ്സലാണ്. അള്ളാഹു നമ്മളെ പഠിക്കാൻ അനുവദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ
ഒന്നിനും കഴിയില്ല, പറയാനും ഒന്നും കഴിയില്ല. 4 കാര്യങ്ങൾ സഹായിക്കുന്നത്. ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകാം. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അമൽ തുടർത്താൻ കഴിയും, നമ്മൾ പറഞ്ഞിരുന്നു. 2 ആത്മാർത്ഥമായിട്ട് അള്ളാഹ് തുടർത്താൻ അനുവദിക്കണേന്ന് പ്രാർത്ഥിക്കലും നിരന്തരം റസൂലുള്ളാഹിന്റെ ദുആ ചെയ്യലും, ഓർമ്മല്ലേ നിങ്ങൾക്ക്? 3 സ്വാലിഹീങ്ങളുടെ സലഫുകളുടെയൊക്കെ ചരിത്രം, പ്രത്യേകിച്ച് സ്വഹാബത്തിൻ്റെ നബിമാരുടെ സ്വഹാബത്തിൻ്റെ താബികളുടെയൊക്കെ ചരിത്രം വായിച്ചാൽ ഞാനും അങ്ങനെയൊക്കെ ആവണല്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യും തോന്നും. 4-മത്തേത് നല്ല ആളുകളുടെ കൂടെ ഇരിക്കുക, ഇങ്ങനെയുള്ള സദസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുക. അപ്പം നമ്മൾ ഒരു അമൽ ചെയ്യുന്നത്, നമ്മളിപ്പോൾ എന്തൊക്കെ തീരുമാനങ്ങൾ റമദാൻ കഴിഞ്ഞിട്ട് എടുത്താണ്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് എത്ര മാസം കഴിഞ്ഞു? ഷഅബാൻ കഴിഞ്ഞു, അല്ല ശവ്വാൽ കഴിഞ്ഞു, പിന്നെ ദുൽഖഅദിലെത്തിയോ? അല്ലല്ല, ഒന്നുകൂടി കഴിഞ്ഞില്ലേ? ദുൽഖഅദ് എത്തിയിട്ടുള്ളൂ അല്ലേ? അൽഹംദുലില്ലാ. എൻ്റെ അടുത്ത് തെറ്റാ. ദുൽഖഅദ് കഴിയാനായി, ദുൽഹിജ്ജയിലേക്ക് കയറാനായി അല്ലേ? അല്ലല്ല, ദുൽഖഅദ് പകുതി, കറക്റ്റ് പകുതിയാ? അൽഹംദുലില്ലാ. നമ്മളെടുത്ത തീരുമാനങ്ങൾ ഉണ്ടോ നോക്കുക. കാരണം നമ്മൾ ചിലപ്പം മുറിഞ്ഞു പോകാതിരിക്കാനുള്ള കാരണം നോക്കി. പിന്നെ അടുത്തൊന്ന് പറയണോ? പക്ഷേ ഒരു കാര്യം കൂടി പറയാം, ബാക്കിയുള്ള നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം. പിന്നെ ഒന്നുള്ളത്, നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ആലോചിക്കുക. അതായത് റസൂലുള്ളാഹി പറഞ്ഞത് അക്സിറു എന്നാണ്, നിങ്ങൾ അധികരിപ്പിക്കണം എന്നാണ്. ആ പദം അക്സിറു എന്നാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കുറവുള്ള സംഭവമാണത്. മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ? അത് റസൂലുള്ളാഹി അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, ആസ്വാദനങ്ങളെ തകർത്ത് കളയുന്നതിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. അതായത് മരണത്തെ ഓർക്കണം. അൽ മൗത്ത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മൾക്കത് ഓർക്കൽ കുറവാണ്. അങ്ങനെ ഓർത്താൽ എന്താകും? നമ്മുടെ കഫൻ തുണി നമ്മളൊക്കെ മൂടുന്നൊക്കെ ആലോചിച്ച് നമ്മൾ അമലക്കണ കൂട്ടും. നമ്മൾ മുമ്പ് ഉണ്ടാവാതിരുന്നതിനേക്കാൾ കൂടുതൽ ആവേശത്തിലാവും, കുറച്ചുകൂടി നമ്മൾ ഈ ഭാഗത്തിൽ മുഴുകും. ഞങ്ങളോട് പറയാൻ ഒട്ടും അർഹനല്ല ഈ വിഷയത്തിലൊന്നെങ്കിലും നമ്മളൊക്കെ ഒപ്പം അമലാക്കുക. നമ്മൾ ഉസ്താദിൻ്റെ വിദ്യാർത്ഥികളാണെന്ന് നിലയ്ക്ക് നമ്മളൊക്കെ ഒരുമിച്ച് കേൾക്കുന്നൊരു ഘടകം, നമ്മളൊക്കെ ഉസ്താദിൻ്റെ വിദ്യാർത്ഥികളാണ്. അത് നമ്മളങ്ങനെ ആക്കട്ടെ, നല്ല വിദ്യാർത്ഥികളാക്കട്ടെ. പക്ഷെ അതപ്പം ഇന്ന് പറഞ്ഞ മസലകൾ, ബാങ്കുമായി ബന്ധപ്പെട്ട മസലകൾ ഉസ്താദുമായി ഒന്നുകൂടി നിങ്ങൾ ചർച്ച ചെയ്യുക. സംശയങ്ങളുള്ള ഉസ്താദിനോട് കൃത്യമായിട്ട് ചോദിച്ച് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് വർദ്ധിപ്പിച്ച് തരട്ടെ, അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് തരട്ടെ, പ്രവർത്തിക്കുന്ന ഭാഗത്ത് അല്ലാഹു ക്ഷമ തരട്ടെ. ഹദാ വല്ലാഹു ആലം. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഹദാ വല്ലാഹു ആലം. വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.